ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കുറേ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് സ്കിൻ കെയറും അതുപോലെ തന്നെ ഒന്ന് രണ്ട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരൊറ്റ തവണ വാങ്ങിച്ചതല്ല, ഒരു 3-4 ട്രിപ്പായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാട്ടെ. ഞാനിവിടെ താഴെ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കൺസീലറാണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിക്വിഡ് കൺസീലറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും യൂസ് ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ. നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കൺസീലറാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ്. അപ്പോൾ എനിക്ക് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ പോലെ തോന്നുന്നുണ്ട്, അറിയില്ല, നമുക്ക് നോക്കാം. ഈ ഓൾറെഡി കൺസീലർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷെയ്ഡ് മുന്നിലുള്ളതാണ് എടുക്കേണ്ടത്. കാരണം കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡാർക്ക്നെസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലോ അതുപോലെ ഈ ഒരു ചുണ്ടിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡാർക്ക് നന്നായിട്ടൊന്ന് മറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സെയിം ഷെയ്ഡ് എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇത്തിരി കൂടി ഒരു പൊടിക്ക് ലൈറ്റ് എടുക്കുന്നതാണ്. പക്ഷേ ഇത് വന്നിട്ട് കുറച്ചധികം തന്നെ ലൈറ്റായി പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഫൗണ്ടേഷൻ്റെ കൂടെയോ വേറെ ഏതെങ്കിലും കൺസീലർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. ഇത്രയൊരു റേറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസീലറാണ് കേട്ടോ. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് വീണ്ടും ആ സെയിം ബ്രാൻഡിൽ നിന്ന് തന്നെയുള്ളൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഷെയ്ഡ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിനും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. എങ്ങനെ വന്നിട്ട് 75-85 ആ ഒരു റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ അകത്ത് അതേ ഒരു ക്യാപ്പിലായിട്ടൊരു ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് കോംബ് ചെയ്തിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്തതിന് ശേഷം നമുക്കിത് ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് ഗാർണിയറിൻ്റെ ഈ ഒരു ഫേസ് സിറം പ്ലസ് ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ചധികം നാളായി. ആദ്യമത്തെ ഒരു സെയിലിനെങ്ങാണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയൊരു ബോട്ടിലാണ്. ഗാർണിയറിൻ്റെ സിറം ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ഒരു റേഞ്ചിൽ വരുന്നൊരു ക്രീമാണ് കേട്ടോ. ഒരു മോയ്സ്ചറൈസർ പോലെയാണ്. ഞാൻ ഇത്ര അധികം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആക്കണ പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വൈറ്റമിൻ സി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ സിറം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റും ഇഷ്ടമാവും. നമുക്കിത് പുറത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഗാർണിയറിൻ്റെ തന്നെ ഒരു ഫേസ് സിറം ആണ് കേട്ടോ. ഈ ഒരു സിറം അടിപൊളി സിറമാണ്. ഇതിൻ്റെ ഒരു ചെറിയ ട്യൂബ് പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാ പറയണേ, ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സിറം ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് ഗാർണിയറിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി സിറം. അവർ പറയുന്നുണ്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ഡാർക്ക് മാർക്കുകളൊക്കെ നന്നായിട്ടൊന്ന് ഫെയ്ഡ് ആക്കും. അതായത് 3 ദിവസത്തിനുള്ളിൽ അത് ഫെയ്ഡ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കുറയുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സിറമാണ്. ഞാനിത് ഇതിൻ്റെ ചെറിയ പാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയ പാക്ക് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 രൂപയാണ്. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള കറുത്ത മാർക്കുകളൊന്ന് ഫെയ്ഡ് ആക്കാനും സ്കിന്നൊന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു ലിപ് കളറാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ 11 ആണ്, ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഒരുപാട് പേരുടെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടാവും. ഇത് വന്നിട്ട് 12 മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു 3-4 പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് അതും ഒന്ന് നോക്കാം.
ബ്രോ ആൻഡ് ലാഷ് ഗ്രോത്ത് സിറമാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ടും ഒരു 1 മന്ത് മേലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ചധികം ദിവസം യൂസ് ചെയ്തു. എനിക്ക് റിസൾട്ട് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു മാറ്റം ഫീൽ ചെയ്തു. അതായത് നമ്മുടെ കൺപുരികവും അതുപോലെ തന്നെ കൺപീലിയും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐബ്രോ അല്ലെങ്കിൽ ലാഷ് സിറമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ എള്ളെണ്ണ, പിന്നെന്താ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ജോജോബോ ഓയിൽ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ. അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ സെറാമൈഡ് ലിപ് ബാം ആണ് കേട്ടോ. നമ്മുടെ ലിപ്സ് ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ടൈമല്ലേ, അപ്പോൾ ഒരു ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ SPF 50 ഉള്ളതാണ് കേട്ടോ. ഇത് PA++ ഉണ്ട്. നമ്മുടെ സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉള്ളൊരു, ചെറുതല്ല 50 ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. ടിൻഡഡ് ആയിട്ടുള്ളൊരു ലിപ് ബാം ആണ് കേട്ടോ. 299 രൂപയാണ് കേട്ടോ ഈ ഒരു ലിപ് ബാമിന്. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടല്ലോ. അതായത് എന്താ പറയുക, SPF പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, പിന്നെ വാട്ടർമെലൺ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. പിന്നെ വന്നിട്ട് വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇൻവിസിബിൾ ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ ഞാനും ഒന്ന് യൂസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റിവ്യൂസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, 1% ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ആൻഡ് സെറാമൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. SPF 50 ഉണ്ട്, അതുപോലെ തന്നെ 50+ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ PA++ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. ഇതും വിഷ് കെയറിൻ്റെ ആണ്. പ്യൂർ ആൻഡ് നാച്ചുറൽ അലോവേര ജെല്ല്, വൈറ്റമിൻ ഇയും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിയൊരു ബോട്ടിലാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട്. അലോവേര ജെല്ലും അടിപൊളിയാണ്. ഇവരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു അലോവേര ജെല്ലാണ് കേട്ടോ. അത് പമ്പ് ഫോമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈസിയാണ് ബ്ലെൻഡ് ആക്കാനൊക്കെ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്റ്റിക്കി എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ജെല്ലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ലാസ്റ്റത്തെ പ്രോഡക്റ്റ്. ഞാൻ ഇത്രയും ഈ ഒരു വിഷ് കെയറിൻ്റെ പ്രോഡക്റ്റ് എടുത്തപ്പം ഒരു പൗച്ച് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. വിഷ് കെയറിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം വലിയൊരു പൗച്ചാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടൊക്കെയൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ബ്രഷസ് ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പം വിഷ് കെയറിൻ്റെ ആ പ്രോഡക്റ്റുകളെല്ലാം ഒരുമിച്ച് എടുത്തപ്പോഴാണ് ഈ ഒരു പൗച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫർ ടൈമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ വില കുറച്ചൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.